ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവരുണ്ട് എങ്കിൽ അവർക്ക് ഇന്നത്തെ അന്തരീക്ഷത്തിൽ നല്ലൊരു വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടാകും. രാവിലെ മുതൽ തന്നെ നല്ല ഒരു ഇളം കാറ്റ്, ഒരിത്തിരി ചൂട് കുറഞ്ഞ പോലെയൊക്കെ ഉള്ള ഒരു അനുഭവമാണ്. അങ്ങനൊരു കാലാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത്. എന്തായാലും അതിന് കാരണമുണ്ട്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസത്തേക്ക് വേനൽ മഴ ശക്തമാകും എന്നാണ് റിപ്പോർട്ടുകൾ. എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെ 4 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാം. ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും അതുപോലെ വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും ഒക്കെ നാശനഷ്ടം സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കുക. എപ്പോഴും ഇടിമിന്നൽ ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലും ജനലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല, എങ്കിലും അതും വേണ്ട. അന്തരീക്ഷം മേഘാവൃതമാണ് എങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മറിച്ചുവിട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നാം സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അഭയം പ്രാപിക്കുക. മഴക്കാറ് കാണുമ്പോൾ തുണിയെടുക്കാൻ പോകുന്ന പ്രവണത നമ്മുടെ വീട്ടമ്മമാർക്കുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കാതിരിക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇതൊക്കെ എല്ലായ്പ്പോഴും ഇടിമിന്നൽ വരുന്ന സമയത്ത്, ശക്തമായ മഴ പെയ്യുന്ന സമയത്തൊക്കെ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ്. അത് എപ്പോഴും ആവർത്തിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സുരക്ഷയെ കരുതി ഈ നിർദ്ദേശങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ചൂടിനൊരു ശമനം ഉണ്ടാകുന്നു എന്ന നല്ല വാർത്ത, ഒപ്പം ജാഗ്രത പാലിക്കണം എന്ന മുൻകരുതലും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.